ഫ്ലാഷ് ബാക്ക്. ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ബോധമില്ലാത്ത മനുഷ്യൻ. മോഹൻലാൽ ഒരു ഓട്ടം കാണിക്കുന്നു എന്നതേ ഉള്ളൂ. അല്ലാതെ അവിടെ ചെന്ന് വായുമ്പോഴത്തേക്ക് എനിക്ക് വരത്തുള്ളൂ. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ ബ്ലോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ ആ ഫോട്ടോ എന്നുള്ളത് ലോക്കപ്പിനകത്ത് കിടക്കുന്ന ഒരു ഫോട്ടോയാണ്. അത് പോലീസ് സ്റ്റേഷനിൽ താങ്കളെ ലോക്കപ്പ് ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? അവര് ലോക്കപ്പിലാണ് അങ്ങനെയാ ചെയ്യുന്നത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ദുരന്തഭൂമി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടതായിരുന്നല്ലോ താങ്കളുടെ ആ ഒരു പരാമർശങ്ങൾ. ആ പരാമർശത്തിൽ തന്നെ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. അതിപ്പോ എനിക്ക് അതിനകത്തൊരു പ്രശ്നമുണ്ട്, അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഇപ്പോൾ വല്ലാതെ ഭയക്കുന്നു എന്ന് തോന്നുന്നു. ഇല്ല അങ്ങനെയല്ല. അഭിമാനം വിട്ട് എന്നെ കിട്ടുക. എന്താ പേടിയുണ്ടോ? പേടി എനിക്ക് അങ്ങനെയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു ഭയമുണ്ടോ മനസ്സിൽ? ഇപ്പൊ ചെറുതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? കോമഡിയൊക്കെ പറയും കേട്ടോ നിങ്ങളോട്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. എന്തുകൊണ്ടാണ് ഇപ്പോഴും ചായ കുടിച്ചാലോ? കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ കുടിക്കാം, തീർച്ചയായും ചായ കുടിക്കാം. ആവാം. പിന്നെ കുറച്ച് ദോശ, സമ്മന്തി. താൻ എന്ത് പാടോ ഈ പറയുന്നത്? ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ?